ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പോകാൻ തയ്യാറായിട്ടുണ്ട്. ഫൈനൽ പർച്ചേസ് കഴിയുന്നത് രാത്രിയാണ് കേട്ടോ, ഇപ്പോഴല്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറേ വിശേഷങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചേട്ടൻ ഒന്ന് ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് പോകണ്ടെന്നാണ് പറഞ്ഞത്, കാരണം നാളെ നമ്മൾ യാത്ര പോകുകയല്ലേ. അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് എടുത്തല്ലോ, കുഴപ്പമില്ല, ഇന്ന് ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ആശ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഞങ്ങൾക്ക് 3 പേർക്കും ചായ ഇട്ടു. എബിക്കുള്ള ചായ മാറ്റി വെച്ചതിന് ശേഷം ഞാനും ചേട്ടനും കൂടെ ചായ കുടിക്കാനിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടി ടൈമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം വരെ സംസാരിക്കുന്നത്. പിന്നീട് വൈകുന്നേരത്തും പകൽ നമ്മൾ ജോലിക്കായിട്ട് പോവുകയാണല്ലോ, ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടില്ലെന്നല്ല, ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മളെ സംസാരങ്ങളെല്ലാം ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ടൂറ് പോകുന്ന കാര്യങ്ങളും വാങ്ങിച്ച സാധനങ്ങളും ഇനി എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ അതൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ടൂറ് പോകുമ്പോൾ എന്തായാലും സ്വർണ്ണം ഒന്നും ഇട്ട് കൊണ്ടു പോകണ്ടെന്നാണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. അതായത് നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ തിരക്കാണോ, നമ്മൾ മാത്രമാണോ, അഥവാ ഒരുപാട് തിരക്കില്ലയോ, ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് മാലയും കമ്മലും ബ്രേസ്ലെറ്റും എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രാത്രി തന്നെ അതെല്ലാം മാറ്റി വെച്ചു. രാത്രിയാണ് കേട്ടോ മാറ്റി വെച്ചത്. ഇന്ന് പകൽ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയതിന് ശേഷം കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഇനി കുറച്ച് സാധനങ്ങൾ വൈകുന്നേരത്ത് വാങ്ങി വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എൻ്റെ ഡ്രസ്സുകളും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എബിക്കുള്ളത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഉള്ളത് ഞാൻ കട്ടിലിൻ്റെ പുറത്താണ് വെച്ചത് കേട്ടോ, അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് അവർക്കല്ലേ അറിയാവും. അപ്പോൾ കുറച്ച് കർച്ചീഫും ഒരു ഷോളും ഒക്കെ എടുത്തു, കാരണം നമ്മൾ രാവിലെ പള്ളിയിൽ പോയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു ഷോൾ എടുത്തു. നമുക്ക് 3 പേർക്ക് 3 കർച്ചീഫ് എടുത്തു. ബാക്കി 2-3 എണ്ണം പുതിയത് വാങ്ങിയത് ബാഗിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പഴയതാണ്, ആദ്യമൊക്കെ രാവിലെ ഉച്ചവരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കഴുകി വെച്ചതാണ്. പിന്നീട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു, അടുത്ത ജോലിക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ആഹാരമൊക്കെ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കാരണം ഇപ്പോൾ അധികം ആയാൽ നമുക്ക് നാളെയൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചോറും കറികളൊക്കെ ഞാൻ രാത്രിയത്തേക്ക് മാത്രമായിട്ട് കുറച്ചേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ ചപ്പാത്തിയും കറിയാണ് കേട്ടോ. ചപ്പാത്തി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് വാങ്ങിയത്. ബാക്കി നമ്മൾ വീട്ടിൽ വന്ന് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പാല് തിളപ്പിച്ച് അടുത്ത് ഇൻഡക്ഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലും കറിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എബിയെ ഞാൻ വിളിച്ചു. അവൻ എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ചതിന് ശേഷം അവൻ്റേതായിട്ടുള്ള ജോലിയിൽ നിന്നു കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ അവന് മലക്കിയിടാനുണ്ടായിരുന്നു. അവനും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെക്കാനുണ്ടായിരുന്നു, ബാഗിൽ വെക്കാനുണ്ടായിരുന്നു. എല്ലാം അവൻ്റെ ഡ്രസ്സുകളത് ഞാൻ എടുത്തും ഞാനിവിടെ സഹായിച്ചാണ് നമ്മൾ കട്ടിൻ്റെ പുറത്തെടുത്ത് മടക്കിയൊക്കെ വെച്ചത്. ഇനി ബാഗിൽ വെക്കുമ്പോഴത്തേക്ക് അവൻ തന്നെ വേണം, കാരണം അവൻ്റെയും ചേട്ടൻ്റെയും ഡ്രസ്സുകളും ഒരു ബാഗിനകത്തും എൻ്റെ ഞാൻ സെപ്പറേറ്റാണ് വെച്ചത്. അതിനകത്താണ് നമ്മളല്ലാതെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം വെച്ചത് അതിനകത്താണ്. അവരുടെ ബാഗിൽ അവരുടെ ഡ്രസ്സ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൽസുവിനെ വിളിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോ കോളിൽ വിളിച്ചിട്ട്, രാവിലെ വിളിച്ചിട്ട്, രാത്രി എന്നും വിളിക്കും. വീട്ടിലും വിളിക്കും, എൽസുവിനെയും വിളിക്കും, മിക്കുവിനെയും വിളിക്കും. നമ്മളെ ഇന്നാരെ ഞാൻ ഇടയ്ക്കേ വിളിക്കത്തുള്ളൂ, കാരണം അവൾ അങ്ങനെ അധികം ഫോണിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല കേട്ടോ, അവളെ ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളൂ. ഇതിപ്പോൾ തലേ ദിവസം ആദിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കേക്ക് കട്ടിങ്ങിന് വീഡിയോസൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കുവും മിലുവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിലു ആദ്യമായിട്ടാണ് ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക്, മിക്കു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളില്ലായിരുന്നു കേട്ടോ. ഞങ്ങളില്ലാത്തതിൻ്റെ ഒരു വിഷമം എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി സൗമ്യ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു കുറവും കൂടെ മാത്രം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. എല്ലാ വർഷവും എല്ലാ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാ മിലു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഭയങ്കര ആഘോഷമായിട്ട് നടത്തി കേട്ടോ. ആദ്യക്ക് ഇതൊക്കെയാണ് സന്തോഷം. ആദ്യക്കല്ല അഞ്ജലിക്കായിരുന്നു, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് അവർക്ക്. അപ്പോൾ അവിടുത്തെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ചോറ് വെക്കാനായിട്ട് അരി ഇട്ടു കേട്ടോ. കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ വെള്ളം കുപ്പികളിലോട്ട് ആക്കുവാണ് കേട്ടോ, നാളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് 3 കുപ്പിയിൽ വേറെ നിറച്ചു. പിന്നെ ഇത് മാറ്റിയതിന് ശേഷം അടുത്ത് വേറൊരു ചരുവത്തിലേക്ക് കുറേ വെള്ളം നിറച്ചു, പിന്നെയും തിളപ്പിച്ചു, പിന്നെയും മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഈ വെള്ളമാണ് നമുക്ക് ഉപകരിച്ചത്. ഞാൻ ഈ സമയത്ത് ഇത്രയും വെള്ളം എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ബീനയെ സ്നേഹി ഒരുപാട് കളിയാക്കി കേട്ടോ രണ്ടുപേരും. എന്തിനാണ് ഇത്രയും വാങ്ങിക്കുന്നതെന്ന് എന്തിനാണ് ഇത്രയും കൊണ്ടുവരുന്നതെന്നും പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചു. പക്ഷേ അതെല്ലാം
ഉപകാരപ്പെട്ടു എന്ന് വേണം പറയാൻ. അതിലൊരു കുപ്പി മാത്രം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, തിരിച്ചു കൊണ്ടുവന്നു. കാരണം ഇത്ര എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാർ പോകുന്നതിന് മുന്നേ എപ്പോഴും നമുക്കിപ്പോൾ യൂട്യൂബും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ ഒരു മെസ്സേജൊക്കെ നോക്കും, നമ്മൾ വീഡിയോസൊക്കെ നോക്കും. അങ്ങനെ നോക്കിയ സമയത്ത് ഭയങ്കര മഴ വെയിലാണെന്നാണ് അവിടെ കാണിച്ചത് കേട്ടോ. പോയവരെല്ലാവരും പറയുന്നത് അവിടെ ഭയങ്കരമായിട്ടും മഴ എപ്പോഴും വരുന്നു, വെയിലാണെന്നാണ്. അപ്പോൾ നമുക്കിനി വെള്ളം കൂടെ പുറത്തുനിന്ന് വാങ്ങി നമ്മൾ കഷ്ടപ്പെടണ്ടല്ലോ, കൊണ്ടുപോകാം. എന്തായാലും നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ വണ്ടിയിൽ. ഒരു ബാഗിൽ നിറച്ച് വെള്ളം എടുത്താൽ, കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്താൽ അത് അവിടെ ഇരുന്നോളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് എല്ലാവർക്കും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു 6-7 കുപ്പിയിൽ, ഇതിപ്പോൾ ചെറിയ 3 കുപ്പിയും വലിയൊരു 3 കുപ്പിയും 3-4 കുപ്പി വലുതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബാഗ് നിറച്ചും ഓരോ കുപ്പി വെള്ളമാണ് ഞാൻ വെച്ചിരുന്നൊരു എബിയുടെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിൽ നിറച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അവർക്ക് ഉപകാരപ്പെട്ടു, ഇല്ലെന്നല്ല, അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയാം, നാളത്തെ വ്ളോഗിൽ പറയാം. അപ്പോൾ രാവിലത്തെ കറികളും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ വീട് കുറേയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട്, കാരണം 2 ദിവസം നമ്മളിവിടെ ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് പൊടി അടിക്കാനുണ്ടായിരുന്നു, തുടയ്ക്കാനുണ്ടായിരുന്നു. മുറിയെല്ലാം നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ എപ്പോഴും ക്ലീനിങ് ആയിട്ട് വെക്കാറില്ല. പക്ഷേ ഞാൻ 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. ഇതിപ്പോൾ സലാഡ് വെച്ചതിന് ശേഷമാണ് മീൻ വന്നത് കേട്ടോ. രാവിലത്തെ ബാക്കിയെല്ലാ ജോലിയും കഴിഞ്ഞു, മീൻ മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. അതും എല്ലാം കഴിച്ചു കേട്ടോ. ചൂര മീനായിരുന്നു വാങ്ങിയത്. അപ്പോൾ തോരനും സലാഡും മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. ഞാൻ ചോറ് കഴിച്ച് കുറേ നേരം ആയ സമയത്ത് ചേട്ടനും ജോലി കഴിഞ്ഞ് എത്തി കേട്ടോ. ഞാൻ ഇപ്പോൾ കറക്റ്റ് സമയത്താണ് കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. 8 മണിക്ക് 8-8:30 ഞാൻ എന്തായാലും രാവിലത്തെ ഫുഡ് കഴിക്കും. 12:30-1 മണിക്ക് ശേഷം ഞാൻ എന്തായാലും ചോറും കഴിക്കും കേട്ടോ. അപ്പോൾ ടൂറ് പോകുമ്പോഴൊന്നും അങ്ങനൊന്നും പറ്റാറില്ല. നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിന് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെ കുറച്ച് നേരം എന്നിട്ട് പോയി കിടന്നു കേട്ടോ. എബി കളിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും, വീട്ടിലോട്ട് വരും. എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. വിക്സൊക്കെ തേച്ചിട്ട് ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ, സുഖമായിട്ട്. പിന്നീട് ATM വന്നു, കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ നാളെ പോകുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഗുളികയൊക്കെ വാങ്ങി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങി ഫാൻസിയിൽ പോയി ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. പിന്നീട് എൻ്റെ വാച്ച് 1-2 ഇത് ശരിയാക്കാനുണ്ടായിരുന്നു, അതും വാങ്ങി. ഒരു ബെൽറ്റ് വാങ്ങി കേട്ടോ. ബെൽറ്റ് വാങ്ങിയതിന് ശേഷം വാച്ച് 3 വാങ്ങി. ബാക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ഒരു വാച്ച് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ വെങ്ങാനൂരാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കടകളൊന്നും ഇപ്പോൾ ഒരിടത്തും കാണാനേ ഇല്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇനി ഇതുപോലെയൊക്കെ നമുക്ക് വാച്ചോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കേട് വന്നാൽ ആര് നന്നാക്കി തരുമെന്ന് പോലും അറിയത്തില്ല, ആ രീതിയാണ്. ബീനയുടെ കടയിലോട്ട് വന്നു. ആ സമയത്ത് രാവിലത്തേക്ക് ഫുഡ് ഇവിടെ നിന്ന് വെച്ചുകൊണ്ട് പോകാം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നീട് ആ പ്ലാനിങ് മാറ്റി കേട്ടോ. അതിനാണ് ഞാൻ ആദ്യം ചപ്പാത്തി മുട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു വേണ്ട, നമുക്കെല്ലാവർക്കും കടയിൽ നിന്ന് തന്നെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പ്ലാനിങ് അവിടെ മാറ്റി എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ കൊടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ സോഡ എടുത്തിട്ടുണ്ട്, സോഡയും 7up ഒക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇത് ടൂറിന് പോകാൻ വേണ്ടി ഞാൻ ഇടാനായിട്ട് എടുത്ത ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് എന്തോ കുറച്ച് അടിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. ഇത് വേറൊരു അവസരത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. ഞാനതങ്ങ് മാറ്റി വെച്ചു. ഇത് ചേട്ടൻ തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കുറച്ച് സോപ്പാണ് കേട്ടോ. നല്ല മണമുണ്ട് സോപ്പിന്, പക്ഷെ ഒട്ടും പതയില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാനും ഭയങ്കര മടിയാണ്. തേക്കുമ്പം പതയുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ഉരച്ച് കഴുകുന്ന സമയത്ത് പതയില്ല. അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ട് മടിയാണ്. നമുക്ക് പതയൊക്കെ ഉള്ള സോപ്പാണല്ലോ നമുക്കിഷ്ടം. തുണി നനയ്ക്കാനായിരുന്നു, നമുക്ക് കുളിക്കാനായിരുന്നു, നമുക്ക് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നല്ല സോപ്പാണ്, പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ, നല്ല സോപ്പാണ്. പിന്നീട് വീട്ടിലോട്ട് വിളിച്ചു പതിവ് പോലെ. അപ്പോൾ മിക്കു ഇന്ന് അഞ്ജുവിൻ്റെ വീട്ടിലാണ് നിന്നത് കേട്ടോ. അപ്പോൾ അഞ്ജു നമ്മൾ 2 പേരും ചേർത്ത് വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെ കുറേ നേരം വരെ അവൻ്റെ കളിയും ചിരിയും ഒക്കെ കണ്ടു കേട്ടോ. അവന് പെട്ടെന്ന് തന്നെ എന്നെ കണ്ട ഉടൻ തന്നെ അവൻ ആദ്യം വിളിക്കുന്നത് എബിയെയാണ് കേട്ടോ. അപ്പോൾ അവനറിയാം എബി എൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്നുള്ള കാര്യം അവനറിയാം. എന്നെക്കാളും ഭയങ്കര ഇഷ്ടമാണ് അവന് എബിയും ചേട്ടനെയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് കറണ്ട് പോയപ്പോൾ ചേട്ടനും എബിയും ഞാനും കൂടെ കുറേ നേരം വരെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന സമയത്തേക്കും എനിക്ക് കുറച്ച് തുണി തയ്ക്കാനുണ്ടായിരുന്നു. ബീനയ്ക്കുള്ള ഡ്രസ്സൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു. അത് തച്ച് വെച്ചപ്പോഴത്തേക്കും ബീനയും സുമോദ് ഏട്ടനും അതും കൂടെ വന്നു കേട്ടോ എടുക്കാം. അപ്പോൾ അവർ വന്ന സമയത്ത് തന്നെ ഞാൻ അടുക്കി വെച്ചിരുന്ന എൻ്റെയും ചേട്ടൻ്റെയും ഓരോ ബാഗും കൂടെ കൊണ്ടുപോയി. കാരണം നാളെ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് അവർ വന്നപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ 2 ബാഗും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു, എനിക്കും തയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം തയ്ച്ചു. അവരും പോയി, നമ്മളും അകത്തോട്ട് കയറി കേട്ടോ. ഇനി പെട്ടെന്നൊന്ന് കിടന്ന് ഉറങ്ങണം, കാരണം
വെളുപ്പിന് എണീക്കണം, 2 മണിക്ക് എണീക്കണം, 3 മണിക്ക് വാൻ വരും. ആ സമയത്ത് നമുക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറേ വീഡിയോസൊക്കെ വേറെ ഫയലിലോട്ടും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് കിടന്നുറങ്ങിയത്. ചേട്ടനും എബിയും ഉറങ്ങി കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടിയിലിരുന്നും കുറച്ച് നേരം ഉറങ്ങാമല്ലോ, അത് കരുതിയിട്ടാണ് ഞാൻ ഉറങ്ങാത്തത് കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ചു. മഴ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം മുതൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ചു കേട്ടോ. രാവിലെ പോകാൻ എൻ്റെ സ്കൂട്ടിയിലാണ് ബീനയുടെ വീട്ടിലോട്ട് പോകുന്നത്. ചേട്ടൻ്റെ വണ്ടി ഇവിടെ തന്നെ വെച്ചിരിക്കും കേട്ടോ. എനിക്ക് ഇത്രയും കൂടെ കൊണ്ടുപോകാനുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു ടോപ്പ് കൂടെ അവൾ അടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നാളെ പോകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോയാൽ മതി. അവൾക്ക് പിറ്റേ ദിവസം ഇടാനുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.